ലൈംഗിക പീഡന ആരോപണത്തിൽ നടൻ നിവിൻ പോളി പാസ്പോർട്ടിന്റെ പകർപ്പ് ഡിജിപിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും കൈമാറി. പരാതിക്കാരി പറയുന്ന ദിവസങ്ങളിൽ താൻ വിദേശത്ത് അല്ലായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖയാണ് കൈമാറിയത്. ആരോപണം വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടി ഡിജിപിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അശ്വിൻ, വിവരങ്ങൾ. അശ്വിൻ, വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതിക്കാരിയുടെ പരാതി. അതുകൊണ്ട് തന്നെ അത് തെളിയിക്കുന്നത് അന്ന് ഈ പറയുന്ന ദിവസങ്ങളിൽ താൻ വിദേശത്തല്ലായിരുന്നു, നാട്ടിൽ തന്നെ, പ്രത്യേകിച്ച് കൊച്ചിയിൽ സിനിമാ ഷൂട്ടിങ്ങുമൊക്കെ ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിന്റെ ആധികാരിക രേഖകളാണ് ഇപ്പോൾ നിവിൻ പോളി ഡിജിപിക്കും ഒപ്പം പ്രത്യേക അന്വേഷണ സംഘത്തിനും കൈമാറിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാസ്പോർട്ടാണ്. ഈ പറയുന്ന പരാതിക്കാരി പറയുന്ന ദിവസങ്ങളിൽ താൻ കൊച്ചിയിൽ ഉണ്ടായിരുന്നു, മറ്റു വിദേശ യാത്രകളൊന്നും നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന പാസ്പോർട്ട് തന്നെയാണ് ഏറ്റവും ആധികാരികമായ രേഖ. അതിന് പുറമെ കൊച്ചിയിൽ രണ്ടിടങ്ങളിലായി നടന്ന സിനിമാ ഷൂട്ടിങ്ങിന്റെ ദിവസങ്ങളിൽ എടുത്ത ചിത്രങ്ങൾ, ആ ചിത്രങ്ങളുടെ ഒറിജിനൽ തീയതികൾ, കമ്പ്യൂട്ടറൈസ്ഡ് തീയതികൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ആധികാരിക രേഖകൾ ഡിജിപിക്കും അന്വേഷണ സംഘത്തിനും കൈമാറിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഡിജിപിക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. അതിനുശേഷം എഫ്ഐആറിന്റെ കോപ്പി ലഭിച്ച ശേഷം തെളിവുകൾ സഹിതം പരാതി നൽകുമെന്നും നിവിൻ പോളി വ്യക്തമാക്കിയതാണ്. അതാണ് എഫ്ഐആറിന്റെ കോപ്പി ലഭ്യമായതിന് പിന്നാലെ അതിലെ തീയതികൾ അടക്കം വെച്ചുകൊണ്ട് പരാതിക്കാരി പറയുന്ന തീയതികൾ അത് വ്യാജമാണെന്നും ഇവർക്ക് ഇതിൽ വ്യക്തമായൊരു നിലപാടില്ല എന്നും തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ, അല്ലെങ്കിൽ ഈ പരാതി അപ്പാടെ വ്യാജമാണ് എന്ന് തെളിയിക്കാൻ ഉതകുന്ന തെളിവുകളടക്കം ഇപ്പോൾ പരാതി ഡിജിപിക്ക് അടക്കം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് നിവിൻ പോളിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം നിവിൻ പോളിയുടെ സഹപ്രവർത്തകരടക്കം ഈ പരാതിക്കാരി പറയുന്ന ദിവസങ്ങളിൽ നിവിൻ കൊച്ചിയിലുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഹോട്ടൽ ബില്ലുകൾ അടക്കമായ രംഗത്ത് എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിയമപരമായി തന്നെ ഈ പരാതിക്കാരിയെ നേരിടാനുള്ള നീക്കങ്ങളിലേക്ക് നിവിൻ പോളി കടക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും SIT ഇനി ഇതിൽ എന്ത് തുടർ നീക്കങ്ങൾ എടുക്കും എന്നുള്ളതാണ് ശ്രദ്ധേയം. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു. ചെറിയൊരു ഇടവേളയിലേക്ക് കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.